റഷീനയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിരിക്കുകയാണ് മക്കള്. അപ്പൊ ഇന്ന് റംലാൻ 7 റംലാൻ 7 ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്. ഇക്കാക്ക് വെയ്യാട്ടോ, അടുപ്പിച്ച് നോമ്പെടുത്തതില് വെയ്യാതായി, പറഞ്ഞിട്ട് കേട്ടേ ഇല്ല. അവസാനം ഞാന് ദേഷ്യപ്പെടേണ്ടി വന്നു നോമ്പ് അങ്ങോട്ട് ഒഴിവാക്കാന്. ചുണ്ടില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ല, കണ്ടോ ആള് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നോമ്പ് എടുത്ത് വയ്യ, ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം, തല ചുറ്റും പോലെയൊക്കെ ആയി. ഇന്ന് ഇക്കാക്ക് നോമ്പില്ല, ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് പേടിയാവണ്, ഇപ്പോഴുള്ള ഈ സന്തോഷവും സമാധാനവും ഇല്ലാതാവും ഇക്കാക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആയാ. ഇപ്പൊ കുറച്ചായിട്ടാണ് ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ഒഴിവായിട്ട് കുറച്ചൊരു സമാധാനമായിരിക്കണ്. അപ്പോ മെക്കാനോട് അവനോട് ഞാൻ പറഞ്ഞ് നോമ്പ് വേണ്ട 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 പറഞ്ഞ് അപ്പൊക്കെ കേട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ വലിയ പ്രശ്നങ്ങളില്ല. ഇന്നിപ്പോ കറക്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ പ്രശ്നമൊന്നുമില്ല ഇക്കാക്ക്. എനിക്ക് പേടിയാണ് ഇക്കാക്ക് ഗ്യാസിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ ഒരു പേടിയാണ്, ടെൻഷനാണ്. ഇപ്പോ അൽഹംദുലില്ലാ കുറച്ച് സമാധാനത്തോടെ കുറച്ച് സന്തോഷത്തോടെ പോകുന്നുണ്ട്. ഈ സന്തോഷം എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അത് ഇപ്പൊ എന്റെ ജീവിതത്തിലല്ല, ഇപ്പൊ ഈ കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതമാണെങ്കിലും അങ്ങനെ തന്നെ. നാളെ എന്തെന്ന് ആർക്കും ഒന്നും അറിയില്ല, പഠിച്ചവൻ നാളെ എന്ത് വെച്ചിരിക്കുന്നു ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോണത്. ഇന്ന് ഇന്നത്തെ കഴിയുക, നാളത്തെ കാര്യം നാളെ പഠിച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നതുപോലെയൊക്കെ നടക്കുന്നു. അങ്ങനെ വിട്ട് തള്ളുക, അതപ്പൊ എന്റെ ജീവിതം. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോണത്. അല്ലെങ്കിൽ ആകെ ഡിപ്രഷനിൽ ആള് സൈഡാവും. അങ്ങനെ അല്ലെങ്കിൽ എല്ലാം കൂടെ ചിന്തിച്ച് ആലോചിച്ചിട്ട് അപ്പൊ ഒന്നും ഇപ്പൊ അധികം ചിന്തിക്കാറില്ല. അപ്പോ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നും പോണില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള്, ഇന്ന് അൽഹംദുലില്ലാ എനിക്ക് നോമ്പുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ നോമ്പാണ് എന്റെ ഇന്നത്തെ. അപ്പൊ നല്ല ക്ഷീണുണ്ട്. അപ്പൊ ഇത്ര നേരം കിടക്കായിരുന്നു ഇവിടെ, ഇത്ര നേരം കിടക്കായിരുന്നു. ഇനിയിപ്പോ നോമ്പ് പണി തുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാ നോമ്പ് ഇന്ന് നൂലുപ്പിട്ട് ഉണ്ടാക്കണം എന്നുണ്ട്, വെക്കുമെന്ന് അറിയില്ല. അപ്പൊ ഉണ്ടാക്കുമ്പോ ഇതിൽ കൂടെ വീഡിയോ ആഡ് ചെയ്യുന്നതാണ്. എന്തായാലും ഇക്ക് എന്തെങ്കിലും പറയണ്ടോ? എന്താ ഇക്കക്ക് വയ്യ, ഇക്കക്ക് കൂട്ടക്കൂടാ പോലും വയ്യ. പിന്നെ ചൂട്, നമ്മുടെ പാലക്കാട് നല്ല സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അതിനേക്കാൾ ഉപരി കരണ്ടും പോയി. അതാ കരണ്ടും പോയിരിക്കാണ് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ഇരിക്കില്ല. പാലക്കാട് കൊടും ചൂട് തുടങ്ങിയിരിക്കാണ്. റബ്ബേ എല്ലാവർക്കും താങ്ങാൻ പറ്റട്ടെ. പിന്നെ അതിനേക്കാൾ ഉപരി ഞാനിവിടെ പറയലില്ലേ, നമ്മുടെ ഷീറ്റാണ്. രാവിലെ ഒരു 10 വൈകുന്നേരം ഒരു 4 മണി വീട്ടിൻ്റെ ഉള്ളിൽ തീരെ പറ്റില്ല. അപ്പൊ ഇക്ക നോമ്പും ചൂടും എല്ലാം കൂടെ ആയപ്പോ ഇക്കൊക്കെ വയ്യ. അപ്പൊ ഞാനിനി വേണ്ട നിർത്തുന്ന് പറഞ്ഞിട്ട് ഇന്ന് എടുക്കാൻ സമ്മതിച്ചില്ല. നാളെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ആള്, നാളെ എടുക്കുന്നു പറയുന്നുണ്ട്. ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അപ്പൊ എനിക്ക് എന്തായാലും ഇന്ന് നോമ്പുണ്ട്. അല്ലെങ്കിൽ എത്ര നേരമൊക്കെ എത്തിപ്പിടിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ക്ഷീണുണ്ട് ഫസ്റ്റ് ആയതും, പിന്നെ ഒരുപാട് നമുക്ക് മരുന്നുകളുടെയും എല്ലാം കൂടെ നല്ല ക്ഷീണുണ്ട്. എന്തായാലും എത്തിക്കണം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റംലാൻ 7 വിശേഷങ്ങള്. അതൊക്കെയാണ്. ആ തെറ്റുകളും പടച്ചിറപ്പ് പുറത്തു തരട്ടെ. എല്ലാവരുടെ ദുആയിലും ഞാനും എൻ്റെ കുടുംബവും ഉണ്ടാവണം. എൻ്റെ ഇക്കാക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത റംലാനില് മനസമാധാനത്തോടുകൂടെ റംലാൻ ആഘോഷിക്കാനും ഇനി അങ്ങോട്ടൊരു സന്തോഷത്തോടുള്ള ഒരു ജീവിതവും, രോഗം ആർക്കും കൊടുക്കാതിരിക്കട്ടെ. ഒരു മാറാ രോഗം വന്ന് അതിൻ്റെ പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ട് നീറിയുള്ള ജീവിതം, അത് വല്ലാത്ത വിഷമമാണ്. എന്തെല്ലാം പ്രയാസങ്ങളും പരീക്ഷണങ്ങളാണെങ്കിലും രോഗങ്ങൾ തരാതിരിക്കട്ടെ പടച്ചവന്, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ദുആ ചെയ്യുക. ഞങ്ങളെയും ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുക, ഞങ്ങളുടെ കുടുംബത്തെ ഉൾപ്പെടുത്തുക. നിങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം. എല്ലാവരുടെയും കമന്റുകൾ, അത്യാവശ്യം കമന്റുകളൊക്കെ വായിക്കുന്നുണ്ട്, റീപ്ലൈ തരുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഫോൺ ഇഷ്യൂ കാരണം എനിക്ക് എല്ലാത്തിനും റീപ്ലൈ തരാൻ പറ്റില്ല. തരുന്ന ഈ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്തായാലും ഇനി മുന്നോട്ടും അങ്ങോട്ട് തരണം. എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസിന് ലൈക്ക് കൊടുക്കണം. ഒന്ന് സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ കാണണ്ടേ ഇപ്പൊ? അപ്പൊ നോമ്പ് തുറ വിശേഷങ്ങൾ കാണാം അല്ലേ?
ഹലോ, അപ്പോൾ നമുക്കിന്ന് റമദാൻ 7 അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് ഉള്ളതുകൊണ്ട് ഓണമെന്ന് പറഞ്ഞ പോലെ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂലുപുട്ടാണ്. അതിന് വേണ്ട കറിക്കുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇക്കാക്ക് നോമ്പില്ല കേട്ടോ. ഇന്ന് എടുപ്പിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഇക്കാക്ക് വയ്യ, കാക്ക ക്ഷീണിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. നടക്കുമ്പോൾ ബാലൻസ് നല്ലപോലെ പോവുക, അതുപോലെ ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇക്കാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പണി തുടങ്ങി, 2 മണിക്ക് പണി തുടങ്ങി. കാരണം എനിക്ക് നോമ്പ് തുറക്കാൻ ഏകദേശം ഒരു 5 മണി അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് പറ്റ വയ്യാതാവും. എപ്പോഴും അങ്ങനെയാണ്. പിന്നെ കൈയും കാലൊക്കെ ബലമില്ലാതെ പോവും, കുഴഞ്ഞു പോവും, ഒന്നും ചെയ്യാനും ഒന്നിനും പറ്റില്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കറിയൊക്കെ അങ്ങോട്ട് വെച്ച പിന്നെ പണിയില്ലല്ലോ. അപ്പോൾ നൂലുപുട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. കുറച്ചായിട്ട് ഞാൻ നൂലുപുട്ട് ഉണ്ടാക്കിയാൽ ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഇന്ന് നല്ല കഠിനമായിട്ട് പരിശ്രമത്തിലാണ്. എന്താന്ന് വെച്ചാൽ എന്താണാവോ കുറച്ചായിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ അധികം ഞാൻ ഇവിടെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്നൊരു ആഗ്രഹം തോന്നി, ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പോൾ ഇന്നൊരു ആഗ്രഹം തോന്നി, നൂലുപുട്ട് ഉണ്ടാക്കണം എന്ന് തോന്നി. പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി വെച്ചു. പിന്നെ ഇന്ന് അങ്ങനെ നൂലുപുട്ട് ഉണ്ടാക്കി, കറി ഉണ്ടാക്കി. പിന്നെ ഒന്നിനും ഞാൻ നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും തന്നെ എനിക്ക് പറ്റ വയ്യാതായി. പിന്നെ അടുക്കള കൈകാര്യം ചെയ്തത് പൊന്നൂസും ഇക്കയും കൂടെയാണ് ഇന്ന് കൈകാര്യം ചെയ്തത്. പിന്നെ ജ്യൂസ് ഉണ്ടാക്കൽ, മുന്തിരി അന്നത്തെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ജ്യൂസാക്കി. പിന്നെ നാരങ്ങ വെള്ളം, പിന്നെ എണ്ണക്കടി. ഇന്ന് എനിക്ക് പറ്റ വയ്യാന്ന് മനസ്സിലായപ്പോൾ ഇക്ക പോയി വാങ്ങിച്ചിട്ട് വന്നു. ഇവിടെ ഉണ്ടാക്കണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വയ്യേനു കേട്ടോ, ഉണ്ടാക്കാനും വയ്യ. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് ഇക്ക പോയി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ പൊന്നൂസാണ് ഇക്കാനെ തകർപ്പനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം എടുത്തു വെക്കാനും എല്ലാം. ഇക്ക നീ ചെയ്യേണ്ട, അവിടെ ഇരുന്നോ, ക്യാമറമാൻ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തി വെച്ചിരിക്കണ്. അപ്പോൾ അവർ രണ്ടാളും പാടെ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. കുഞ്ഞു നൂലുപുട്ടൊക്കെ പാത്രത്തിലാക്കിയതൊക്കെ അടച്ച് കുഞ്ഞ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജിലെ ജ്യൂസ് ഒക്കെ കലക്കിയിട്ട് നാരങ്ങ വെള്ളം, എനിക്ക് നാരങ്ങ വെള്ളം മസ്റ്റാണ് നോമ്പ് തുറക്കുമ്പോൾ. എനിക്ക് വേറെ എന്തില്ലെങ്കിലും കുറേ വെള്ളങ്ങൾ കാണണം കേട്ടോ. നല്ല തണുപ്പോടെ എങ്ങനെ കുടിക്കണം, അത് എനിക്ക് നിർബന്ധമാണ്. വെള്ളം ധാരാളം, വേറെ ഒന്നുമില്ലെങ്കിലും നാരങ്ങ വെള്ളം നിറയെ വേണം. നല്ല ഇഷ്ടമാണ് നോമ്പ് തുറക്കുമ്പോൾ നാരങ്ങ വെള്ളം നല്ലപോലെ കുടിക്കും ഞാൻ. അപ്പോൾ കുഞ്ഞ് മുന്തിരി ജ്യൂസ് ഒക്കെ അടിച്ച് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുഞ്ഞ് എടുത്തുകൊണ്ട് സമയമായപ്പോൾ എടുത്തെടുത്ത് കൊണ്ടുവന്ന് വെക്കണം. എല്ലാം റെഡിയാക്കാം. വാച്ച് അവൾ കാണിച്ചു തരികയാണ്, അവളുടെ കളി വാച്ച് കാണിച്ചു തരികയാണ്. അപ്പോഴേക്കും ഞാൻ ചേറിൽ തളർന്നിരുന്നപ്പോൾ ഇക്ക അതിന് വേഗം വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ തളർന്നിരുന്നപ്പോൾ കേട്ടോ, ഒരു ദിവസം കൂടെ ഇരുന്നിട്ട് എന്നെ കളിയാക്കായിരുന്നു. ഒരു ദിവസം കൂടി നിനക്ക് ഇത്ര വയ്യാതായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നെന്താ ഉഴുന്നോടെയാണ് ഒക്കെ വാങ്ങിച്ച് മുന്തിരി ജ്യൂസ് അടിച്ചോ. വൈകിട്ട് സന്തോഷത്തിലാണ്. കാര്യമായിട്ട് കുടിച്ചൊന്നുമില്ല കേട്ടോ. കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല, പനിൻ്റെയാണ് തോന്നുന്നു. ഒന്നും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഒരു ഉഴുന്നുവട പകുതിയോളം കഴിച്ച്, അത്രമാത്രമേ കുട്ടി കഴിച്ചുള്ളൂ. പക്ഷെ സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ ചെയ്യണം. ഡെയിലി നേരായാൽ പറയും, വന്ന് നോമ്പോർക്കാനായില്ലേ, അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇക്കെല്ലാം റെഡിയാക്കിയിട്ട് ഇക്കതാ പുറത്ത് പോയി കൈയൊക്കെ കഴുകാൻ പോയതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഒന്ന് വീഡിയോസ് മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക. മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ഫാമിലിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മുന്നോട്ട് പോകാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പം സമയമായോ വാങ്ങിക്കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഫോണ് വിളിച്ച് ചോദിക്കണം. നമ്മുടെ കുറച്ച് ഉള്ളിലായതുകൊണ്ട് നമുക്ക് വാങ്ങിക്കൊടുക്കുന്നത് ക്ലിയർ ആയിട്ട് ചില ദിവസങ്ങൾ കേൾക്കില്ല. അതുകൊണ്ടാണ്. അപ്പം അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.